വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഷൗക്കത്ത്. അഖിലരുമാത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങു സദാപി ചെയ്തിടുന്നു. ജഗതിയിലിമ്മതമേകമെന്നു ചിന്തിച്ച് അഘമണയാതെ അകതാരമർത്തിടേണം. എല്ലാവരും ആത്മസുഖത്തിനു വേണ്ടിയുള്ള പ്രയത്നമാണ് എല്ലാവിധത്തിലും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ഈ മതം ഒന്നുതന്നെയാണെന്ന് മനസ്സിലാക്കി ഹൃദയത്തിൽ കാലുഷ്യം ബാധിക്കാതെ സൂക്ഷിച്ചുകൊള്ളണം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതിയിലെ ഒരു ശ്ലോകമാണ് ഇത്. സുഖമുണ്ടാകണം എന്ന കാര്യത്തിൽ ഒരു ജീവനും എതിരഭിപ്രായമില്ല. ജീവിതത്തെ സുഗമവും ശാന്തവുമാക്കാനുള്ള സാഹചര്യങ്ങളാണ് എല്ലാ ജീവികളും അന്വേഷിക്കുന്നത്. മനുഷ്യനും അങ്ങനെ തന്നെ. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്നിവ ലഭിച്ചാലും വീണ്ടും എന്തൊക്കെയോ അസ്വസ്ഥതകൾ അവനെ പിന്തുടരുന്നു. കലാസാഹിത്യ സംഗീതാദികളിലൂടെയും മതദാർശനിക ചിന്തകളിലൂടെയും വിശ്വാസ അവിശ്വാസങ്ങളിലൂടെയുമെല്ലാം മനുഷ്യൻ തന്നെ ആവരണം ചെയ്തു നിൽക്കുന്ന അശാന്തിക്ക് ശമനം തേടുന്നു. ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരായാലും ബഹുദൈവ വിശ്വാസത്തിൽ സഞ്ചരിക്കുന്നവരായാലും ഇനി ദൈവമേ ഇല്ല എന്ന് പറയുന്നവരായാലും വിഗ്രഹങ്ങളിൽ തങ്ങളുടെ ജീവിതത്തിന് അത്താണി തേടുന്നവരായാലും ശാസ്ത്രവിശ്വാസിയായാലും പണത്തിൻ്റെയും പ്രശസ്തിയുടെയും അധികാരത്തിൻ്റെയും പിന്നാലെ പായുന്നവരായാലും എന്തിന് മദ്യത്തിൻ്റെയും മയക്കമരുന്നിൻ്റെയും ലോകത്ത് കഴിയുന്നവരായാലും എല്ലാവരും ആ വഴിയിലൂടെ ആത്മശാന്തി തന്നെയാണ് അന്വേഷിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുമുള്ള മുക്തിയാണ് എല്ലാവരും അവർ സഞ്ചരിക്കുന്ന വഴിയിലൂടെ ആരായുന്നത്. മദ്യപിക്കുന്നവനും കള്ളനും കൊലപാതകിയുമെല്ലാം അക്രമികളാണെന്നും അവർ ശാന്തി അന്വേഷിക്കുന്നവരല്ലെന്നും പറഞ്ഞാൽ അത് ശരിയല്ല. സമാധാനവും ശാന്തിയും നിറഞ്ഞ വഴി തന്നെയാണ് അവർ അതിലൂടെ തേടുന്നത്. എന്നാൽ ആ വഴി അവരെ അശാന്തിയിലേക്കും നിരാശയിലേക്കും നയിച്ചു കൊണ്ടുപോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുതന്നെയാണ് മതവിശ്വാസിയുടെ കാര്യത്തിലും പലപ്പോഴും സംഭവിക്കുന്നത്. മതവിശ്വാസിയും അവൻ്റെ ആത്മശാന്തിക്കായാണ് വിശ്വാസത്തിൽ ചരിക്കുന്നതെങ്കിലും സംഭവിക്കുന്നതെന്താണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. തൻ്റെ വിശ്വാസത്തിലൂടെ ആത്മശാന്തി അന്വേഷിക്കുമ്പോൾ തന്നെ മറ്റ് മതവിശ്വാസികൾക്ക് വേദനയുണ്ടാക്കുന്ന തരത്തിൽ പ്രതികരിക്കുകയും തനിക്കും മറ്റുള്ളവർക്കും അശാന്തിയുണ്ടാക്കുന്ന ഒരു മാർഗമായി അത് മാറുകയും ചെയ്യുന്നു. പലപ്പോഴും തൻ്റെ ശരിയേക്കാൾ അപരൻ്റെ തെറ്റിലേക്ക് വിരൽ ചൂണ്ടി എല്ലാം അശാന്തമാക്കുന്നു. മദ്യപനും കള്ളനും കൊലപാതകിയും ചെയ്യുന്ന അതേ ദോഷമാണ് പലപ്പോഴും വിശ്വാസത്തിൻ്റെ പേരിലും നമുക്ക് ചുറ്റും നടക്കുന്നത്. ഞാൻ ശരിയും മറ്റുള്ളവരെല്ലാം തെറ്റും എന്നുള്ള ധാരണ അജ്ഞതയുടെ സൃഷ്ടിയാണ്. എല്ലാവരും അവരവരുടേതായ വഴിയിൽ ശാന്തി അന്വേഷിച്ചാണ് യാത്ര തുടരുന്നത് എന്ന അറിവുണ്ടായാലേ അപരൻ്റെ ജീവിതത്തിലും വിശ്വാസത്തിലും കടന്നു കയറുന്ന സ്വഭാവത്തിൽ നിന്നും മുക്തി ലഭിക്കുകയുള്ളൂ. അത് അവരുടെ മാത്രമല്ല ചെയ്യുന്നവരുടെയും ശാന്തി നശിപ്പിക്കും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അവനവന് ശരിയെന്ന് തോന്നുന്ന വഴിയിൽ ശാന്തമായി ചരിക്കുകയും അപരൻ്റെ വഴിയെ ആദരിക്കുകയും ചെയ്യുന്ന മനോഭാവമാണ് നാം വളർത്തിയെടുക്കേണ്ടത്. അത് എല്ലാവരും ഒരേ സമാധാനമാണ് തേടുന്നത് എന്ന അറിവിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ആ അറിവുണ്ടായാൽ എല്ലാവരും ഏകമതവിശ്വാസികളാണെന്ന ബോധമുണരും. സുഖം വേണമെന്ന മതം, സമാധാനം വേണമെന്ന മതം, അതാണ് ഏകമതം. അതോടെ കാലുഷ്യമുണ്ടാക്കുന്ന ചിന്തകളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും നാം കരകയറും. എല്ലാവരെയും സമദൃഷ്ടിയോടെ കാണാനുള്ള ഉൾക്കാഴ്ചയുണ്ടാകും. ജീവിതത്തിൻ്റെ അന്തർധാരയായിരിക്കുന്ന ആ ഏകതയെയാണ് ഗുരു എപ്പോഴും തൊട്ടുകാണിക്കാൻ ശ്രമിക്കുന്നത്. ഷൗക്കത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.